പൊതുവെ യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കുമെല്ലാം നടക്കാൻ ആളെ കിട്ടില്ല എന്ന് പറയുന്ന കാലത്ത് അതിൻ്റെ കൂടി തിരുത്താണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് ഞാൻ ഇവിടെ അഭിമാനത്തോടെ പറയുകയാണ്. 5 ദിവസവും നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും വളരെ ശക്തമായ പ്രചാരണ പരിപാടിയിൽ മുഴുകുകയായിരുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തോടനുബന്ധമായി അതിന്റെ പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഇനി നിയോജക മണ്ഡലം തലത്തിലെ കമ്മിറ്റികൾ നിലവിൽ വരുന്നതിന് മുമ്പായിട്ട് നടക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു ജാഥയാണ്. ഈ കമ്മിറ്റി കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രവർത്തനത്തിന്റെ വളരെ ഗംഭീരമായ പരിസമാപ്തിയായിട്ടാണ് ഞാൻ ഈ പഞ്ചദിന പദയാത്രയെ കാണുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം വൈകാരികമായ ബന്ധമാണ്. ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരിക്കുക എന്നത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ആളുകളാണ്. നമ്മളെല്ലാം പോസ്റ്റർ ഒട്ടിച്ച് വളർന്നു വന്ന ആളുകളാണ്. നമ്മളെല്ലാം മുസ്ലിം യൂത്ത് ലീഗിന് മുദ്രാവാക്യം മുഴക്കി വളർന്നു വന്ന ആളുകളാണ്. ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെന്ന നിലയിൽ അഭിമാനത്തോട് നാം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകതാരിൽ ഒരു നോവായി നൊമ്പരമായി നിലകൊള്ളുന്ന ഹനീഫിന്റെ ഓർമ്മകൾ വീണ്ടും തിരിച്ചു വരികയാണ്. PM ഹനീഫിനെ ഓർമ്മിക്കാതെ ഈ പെരിന്തൽമണ്ണയിലെ കോടതിപ്പടിയിൽ നമുക്ക് നിൽക്കാനാവില്ല. PM ഹനീഫിന്റെ ഓർമ്മകളിലൂടെ അല്ലാതെ പെരിന്തൽമണ്ണയിലെ യൂത്ത് ലീഗിന്റെ ചരിത്രം പൂർണ്ണമാകില്ല. യൂത്ത് ലീഗിന്റെ വളരെ ശക്തമായ പദയാത്രകൾ ഈ പ്രദേശത്തൂടെ കടന്നു വരുമ്പോൾ ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമായിരുന്ന കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. MSFന്റെ ജാഥകൾ കടന്നു വരുമ്പോൾ അതിന്റെ ഭാഗമായി ഞങ്ങളെല്ലാം ഉണ്ടായിരുന്ന കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. MPA റഹീം പ്രസിഡന്റും PM സാദിഖ് അലി ജനറൽ സെക്രട്ടറിയുമായിരുന്ന MSFന്റെ കാലത്തൊരു വലിയ യാത്രയുണ്ടായിരുന്നു. ആ യാത്ര പെരിന്തൽമണ്ണയിലെത്തുമ്പോൾ ഞാനെന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സർഗവേദി കൺവീനറായി, സംസ്ഥാന കൺവീനറായി നിൽക്കുന്ന സമയമാണ്. ഈ പെരിന്തൽമണ്ണയിലൂടെ ആ യാത്രക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ സ്വീകരണ യോഗം ഞാൻ ഓർമ്മിക്കുകയാണ്. കോടതിപ്പടി എന്തിനെല്ലാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, എന്തെല്ലാം കാലത്തെ ഏതെല്ലാം സമരങ്ങൾക്ക്, എത്ര വലിയ പൊതുയോഗങ്ങൾക്ക്, എത്ര വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നാം ഇതാ ഈ പഞ്ചദിന പദയാത്രയുടെ സമാപനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാഷ്ട്രീയമായി വളരെ വിശദമായി സംസാരിക്കാൻ ബഹുമാന്യരായ സഹപ്രവർത്തകന്മാർ ഷിബു മീരാനും ഉസ്മാൻ താമരത്തും അടക്കമുള്ള നേതാക്കളുണ്ട്. പ്രിയപ്പെട്ട സലാം വക്കീല് ഇവ നല്ലൊരു പ്രഭാഷകനായിട്ട് മാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് കഴിഞ്ഞ VD സതീശന്റെ യാത്രയിൽ അദ്ദേഹം നടത്തിയത്. തീർച്ചയായും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ്, മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്, അതിൽ അടിവരയിട്ട് 1000 തവണ നമുക്ക് പറയാം, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും വർഗീയത നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് എന്ന് പറയുന്ന, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലാണ്, നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിലാണ്. നമ്മൾക്ക് ഈ മലപ്പുറം ജില്ലയിൽ, ഈ പെരിന്തൽമണ്ണയിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു വർഗീയതയും പറഞ്ഞിട്ടല്ല, ഒരു വിഭാഗീയതയും പ്രചരിപ്പിച്ചിട്ടല്ല. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോട് അപ്രീതി ഉണ്ടാക്കുന്ന ഒരു വാക്ക്, ഒരു നോക്ക് മുസ്ലിം ലീഗുകാർക്ക് ചേരുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം ലീഗ് കടന്നുപോയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ശക്തമായ മതവൈകാരികത ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ശ്രമമുണ്ടായിരുന്നപ്പോൾ അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചെത്തുകയാണ്. അന്ന് ഗുരുവായൂരിൽ നമ്മൾക്ക് തോൽക്കേണ്ടി വന്നു. അന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, അന്നും ഇന്നും ആ വാക്കുകൾ ആവർത്തിച്ച് മുസ്ലിം ലീഗ് പറയുന്നു, ഒരു വർഗീയ പ്രചാരണം കൊണ്ട് ഞങ്ങൾക്കൊരു വിജയം വേണ്ട. എന്നാൽ ഇന്ന് CPM അകപ്പെട്ടത് ഏത് രാഷ്ട്രീയ കുടിയിലാണ്?
CPM-ന്റെ പ്രവർത്തകന്മാർക്ക് ഇത് യോജിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ? നിങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ ചേരിതിരിവുകൾ ആ പാർട്ടിക്ക് യോജിക്കാൻ സാധിക്കുമോ? ഇല്ലെന്ന് പറയുന്നത് ഇത്ര കാലം മൗനം അവലംബിച്ച് ഇതിനോടൊപ്പം ചേർന്നു നിന്ന പല നേതാക്കന്മാരുമാണ്. അവരാണ് പുറത്തു വരുന്നത്, അവരാണ് പ്രഖ്യാപിക്കുന്നത്, അവരാണ് നമ്മളോട് പറയുന്നത് കഴിയില്ല, ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് കുഴിച്ചു മൂടാൻ കഴിയില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വിടുവേല ചെയ്യുന്നത്? നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്? BJP-യെ നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്നും നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ BJP-യിലേക്ക് ചേക്കേറുന്നു നിങ്ങൾ ഭയപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്, ഇത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു, സങ്കടകരമായ കാര്യം, ത്രിപുരയിൽ BJP-ക്ക് ബോർഡ് മാറ്റിവെക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. CPM-ന്റെ ഓഫീസ് അപ്പാട് BJP-ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഏത് നിലപാടിന്റെ പേരിൽ? BJP-യോട് BJP വർഗീയത പറയുമ്പോൾ CPM തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകും. BJP വർഗീയത പറഞ്ഞ് വളരുന്നത് കണ്ടപ്പോൾ CPM തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽക്കാനാകും. നിങ്ങൾ ഓർക്കണം, ഇതേ വർഗീയത, ഇതിന്റെ വീര്യം കൂടിയ കുപ്പിയിൽ BJP വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിൽ വീര്യം കൂടിയ വർഗീയത എടുക്കാതെ നിങ്ങളുടെ വീര്യം കുറഞ്ഞ വർഗീയത തേടി ആളുകൾ വരില്ല. നിങ്ങൾ എത്രയും കാലം ആക്ഷേപിച്ചത് കോൺഗ്രസ് ആണ് BJP-യിലേക്കുള്ള വഴിയെന്നാണ്. എന്നാൽ ഇന്ന് നിങ്ങളൊരു പാലം പണിതിരിക്കുന്നു. ആ പാലത്തിന്റെ പേര് ബ്രിട്ടാസ് പാലം എന്നാണ്. അത് AKG സെന്ററിൽ നിന്ന് ഡൽഹിയിലേക്ക് പണിത, BJP-യുടെ കാര്യാലയത്തിലേക്ക് പണിത പാലമാണ്. ആ പാലം യഥാർത്ഥമാണെന്ന് ശരിവെക്കുന്നത് പ്രിയങ്കരനായ CPM-ന്റെ ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണെന്നും അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ രംഗത്തെ CPM-ന്റെ ആശയങ്ങളെ, ഐഡിയോളജിയെ കലക്കി കുടിച്ച വ്യക്തിയാണെന്നും നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ഒരു നാടക നടനെ പോലെ ഏറ്റവും ലജ്ജാകരമായ പരിഹാസ്യമായ റോളുകളിലേക്ക് പോവുകയാണ്. നോക്കൂ, ഇന്നലെയും മിനിയാന്നുമൊക്കെ പുറത്തു വന്ന വീഡിയോ കാണുമ്പോൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന റീലുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് പരിഹാസം മാത്രമല്ല സങ്കടമാണ് തോന്നുന്നത്. നിങ്ങൾ MV ഗോവിന്ദൻ മാഷ പോലും ഇപ്പോൾ പരിഹാസപാത്രമാക്കിയിരിക്കുന്നു. ഒരു പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സാധുവിന്റെ കീശയിലേക്ക് ആ പൈസ ഇട്ട് കൊടുക്കുകയാണ്. ആ സാധു പറയാണ്, ഇങ്ങനെ അഭിനയിക്കാനാണ് കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെഹബൂബ് എനിക്ക് ക്ലാസ് എടുത്തു തന്നത്. എന്തൊരു നാണക്കേടാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ട്രോളാൻ, ഞങ്ങൾക്കെതിരെ കമന്റുകൾ ഇടാൻ AKG സെന്ററിൽ ഇപ്പൊ ജോലിക്ക് കൂലിക്ക് ആളെ വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പരിഹസിക്കും തോറും ഞങ്ങൾക്ക് പിന്തുണ കൂടി വരികയേ ഉള്ളൂ എന്ന് CPM-കാർ ഓർമ്മിക്കുക. നിങ്ങളുടെ പരിഹാസത്തെ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. 5 വർഷക്കാലം ഞാൻ എവിടെ ഉണ്ടായിരുന്നു എന്ന സാക്ഷ്യം നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എന്റെ ഫേസ്ബുക്ക് പേജ് പോയി നോക്കിയാൽ മതി, എന്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ മതി, എന്റെ 5 വർഷത്തെ ഡയറി നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ എവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ സാക്ഷ്യം അതാണ്. ഒരു MLA എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, 100% നിയമസഭയിൽ അറ്റൻഡൻസ് ഉള്ള ഒരു MLA ആണ് ഞാൻ എന്ന അഭിമാനത്തോടെ പറയുന്നു. ഈ നാടിന്റെ കത്തുന്ന ആവശ്യങ്ങൾ അടിയന്തര പ്രമേയമായി 6 തവണ നിയമസഭയിൽ ഒരു കന്നിക്കാരൻ എന്ന നിലയിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച MLA ആണ് ഞാനെന്ന് അഭിമാനത്തോടെ പറയുന്നു. നേരത്തെ ഫത്താഹ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ ജില്ലാ ആസ്പത്രിയുടെ കാര്യം നിങ്ങൾ ഓർക്കണം. കേരളത്തിലേക്ക് 294 ഡോക്ടർമാരെ നിയമിച്ചു. നമ്മൾ പലതവണ മന്ത്രി വീണ ജോർജിനെ കണ്ടു. ഇതിനെല്ലാം തെളിവുകളുണ്ട്. കൊടുത്ത നിവേദനങ്ങൾക്കെല്ലാം തെളിവുണ്ട്. നിയമസഭാ രേഖകളുണ്ട്. നിയമസഭയിൽ നമ്മൾ കൊണ്ടുവന്ന സബ്മിഷനുകളുണ്ട്. നിങ്ങൾ നോക്കൂ, 294 ഡോക്ടർമാരെ കേരളത്തിൽ പുതുതായി അപ്പോയിന്റ് ചെയ്തു.
പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരെ ആരാണ് സഹായിക്കേണ്ടത്? ഇവിടുത്തെ സ്വകാര്യ ആസ്പത്രികൾ. എനിക്കെതിരെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞൊരു ആക്ഷേപം ഞാനിപ്പോൾ ഓർക്കുകയാണ്. സ്വകാര്യ ആസ്പത്രികളെ സംരക്ഷിക്കുന്ന വർത്തമാനമാണ് MLA നിയമസഭയിൽ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ ഒരു പ്രസവം നടത്താൻ പോലും സൗകര്യമില്ലാത്ത നിലയിലേക്ക് ഗൈനക്കോളജിസ്റ്റുകൾ മാറിപ്പോയ ഒരു സാഹചര്യത്തിൽ നിയമസഭയിൽ ഞാൻ പറഞ്ഞ പ്രസംഗം സ്വകാര്യ ആസ്പത്രികൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം മാത്രം ചോദിക്കുകയാണ്. 294 ഡോക്ടർമാരെ നിങ്ങൾ നിയമിച്ചു. എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക്, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയിലേക്ക്, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു ജില്ലയിലേക്ക്, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള ഒരു ജില്ലയിലേക്ക് 294-ൽ 4 ഡോക്ടർമാരെയാണ് വെച്ചത്. ഞാൻ ആരോപിക്കുന്നു പെരിന്തൽമണ്ണയിലേക്ക് ഒരു ഡോക്ടറെ പോലും നിങ്ങൾ നിയമിക്കാതിരുന്നത് ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആസ്പത്രികളുടെ ഏജന്റുമാരായി നിങ്ങൾ മാറിയത് കൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ സിറ്റിയിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടറെ നിങ്ങൾ സ്ട്രോക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഒരു ഡോക്ടറെ നിങ്ങൾ തന്നോ? ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിങ്ങൾ തന്നോ? ഒരു നഴ്സിനെ നിങ്ങൾ തന്നോ? ഒരു ഡയാലിസിസ് യൂണിറ്റിലേക്ക് മരുന്ന് വാങ്ങാൻ ഒരു കിറ്റ് നിങ്ങൾ തന്നോ? എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് തന്നത്? ഈ പെരിന്തൽമണ്ണക്ക് തന്നത് കൊടിയ വിവേചനമല്ലേ നിങ്ങൾ കാണിച്ചത്? നിയമസഭയിൽ മന്ത്രിയെ വിമർശിച്ചാൽ ഞങ്ങൾക്കൊന്നും തരില്ല എന്നാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ 2 മാസം കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്ന് അത് തിരുത്തുന്ന ദിവസങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങൾ സാധാരണക്കാരോടൊപ്പമാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇവിടെ അതിദാരിദ്ര്യം പോയി കഴിഞ്ഞിരിക്കും, അതിദാരിദ്ര്യമില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട CPM-കാരോട് പറയുകയാണ്, ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കോളനി നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഞങ്ങൾ ആ കോളനി എന്ന പേര് പോലും മാറ്റിയവരാണ് എന്ന അഭിമാനത്തോടെ ഒരു മുസ്ലിം ലീഗിന്റെ അംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത SC വിഭാഗത്തിലെ പട്ടികജാതിക്കാരനാണ്. അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, അവന്റെ അഭിമാനത്തിന് വേണ്ടി, അവന് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ പാണക്കാട് തങ്ങൾ നിയമിച്ച നജീബ് കാന്തപുരം ഉണ്ടായിരുന്നുവെന്ന് ഏതു കാലത്തും രേഖകൾ സംസാരിക്കും. ഞങ്ങൾ അവിടെ സംസാരിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കോളനിയിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്കവിടെ അതിദാരിദ്ര്യമില്ല എന്ന് പറയാൻ കഴിയോ? അപ്പൊ പറഞ്ഞു അത് MLA മോശമായതുകൊണ്ടാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഒരു SC കോളനിയിലേക്ക് വരാൻ, എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ CPM-കാർക്ക്? ഞാൻ കാണിച്ചു തരാം ധർമ്മടത്തെ അതിദരിദ്രരായ മനുഷ്യരെ. നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങൾക്കുള്ള പ്രശ്നം, നിങ്ങളിപ്പോ അതിദരിദ്രരെ കാണുന്ന കണ്ണുപോയി എന്നതാണ് പ്രശ്നം. അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് പോയതല്ല, അതിദരിദ്രരെ കാണാനുള്ള കണ്ണ് CPM-ന് നഷ്ടപ്പെട്ടതാണ്. CPM ഒരു പരിഹാസ്യപാത്രമാവുകയാണ്. CPM കേരളത്തിലെ ഒരു കോമഡി ആവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലേറെ വളരെ വളരെ സങ്കടകരമായി പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊടിഞ്ഞു പോവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നേരത്തെ ചടയമംഗലം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞ കാര്യമാണ്. അവിടെ സുജാ ചന്ദ്രബോസ് എഴുതി വെച്ചോളൂ CPM-കാരെ, കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും അടിവേരുള്ള ജില്ലയാണ്. അവിടെ പ്രിയപ്പെട്ട ഷിബു ഒക്കെ നിരന്തരം പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് കൊല്ലം ജില്ല. അവിടെ CPM-ന്റെ പാർട്ടി കേഡറുകൾ എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. നല്ല റൂട്ടുണ്ട്. കാരണം അവിടെ കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു കാലം അന്ന് CPM-ന് ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളികൾക്കൊപ്പം നിങ്ങൾ പ്രവർത്തിച്ചുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് വളർന്നു വന്ന പോരാളികളായ CPM-കാർ. CPM പാർട്ടിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിൽ 14 അംഗങ്ങളാണുള്ളത്. ആ 14 പേരിൽ അഞ്ചൽ പഞ്ചായത്തിൽ 3 തവണ തുടർച്ചയായി പ്രസിഡന്റ് പദവിയിലിരുന്ന
അവിടെ ആണാകുമ്പോഴും വനിതയാകുമ്പോഴുമെല്ലാം പ്രസിഡന്റ്ഷിപ്പിൽ മാറ്റമില്ലാതെ CPM-ന്റെ മുഖമായി നിന്ന വനിതാ നേതാവിന്റെ പേരാണ് സുജാ ചന്ദ്രബാബു. ആ സുജാ ചന്ദ്രബാബു പാർട്ടി വിട്ടു. ഏത് പാർട്ടിയിലാണ് വന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്കാണ് നിങ്ങളുടെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വന്നത്. എന്താ കാരണം അറിയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. സുജാ ചന്ദ്രബാബു പറഞ്ഞു, എനിക്ക് കൊല്ലം ജില്ലയിൽ വന്ന് മുസ്ലിം ലീഗിൽ നിന്നിട്ട് ഒരധികാര പദവിയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്നതല്ല. അത് കിട്ടില്ലെന്നറിയാം. പക്ഷേ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് വെള്ളാപ്പള്ളി ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം കേട്ടപ്പോൾ ഒരു CPM-കാരിയായ CPM നേതൃസ്ഥാനത്തിരിക്കുന്ന എനിക്ക് ബോധ്യമായി, നിങ്ങൾ BJP-ക്ക് വേണ്ടിയാണ് വിടുവേല ചെയ്യുന്നത്. സംഘപരിവാറിന് വേണ്ടി വിടുവേല ചെയ്യുന്ന CPM-ന്റെ കൂടെ നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ നിങ്ങൾ ആക്ഷേപിക്കുന്ന മുസ്ലിം ലീഗിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അവർ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് വടക്കൻ കേരളത്തിലും വ്യാപിക്കുന്നു. ഇത് പയ്യന്നൂരിലും നമ്മൾ കാണുന്നു. കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടി വിട്ടുപോകുന്നത്? നിങ്ങൾ ഓർക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ എത്രമേൽ വൈകാരികമാണ് നമുക്കെല്ലാവർക്കും. നിങ്ങൾ ഞങ്ങളുടെ ശുക്കൂറിനെ കൊന്നു. ഒരു കുഞ്ഞു കുട്ടി, 16 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, MSF-ന്റെ തീപ്പന്തമാകേണ്ട ഒരു ചെറിയ പയ്യൻ. ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് കഴുത്തറുത്ത് വിചാരണ ചെയ്ത് കൊന്നത്? ഞങ്ങൾക്ക് വേദനയാണ്. ഷുക്കൂറിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് വേദനയാണ്. ഒരു പക്ഷേ സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ട നിങ്ങളുടെ സഹപ്രവർത്തകരും അതേ വേദനയായി CPM-കാരന്റെ ഉള്ളിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. എന്നാൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, കണക്ക് ചോദിച്ചത് രക്തസാക്ഷിയുടെ വീട്ടിലേക്ക് പോകേണ്ട പൈസ എങ്ങനെയാണ് ഒരു MLA-യുടെ പോക്കറ്റിലേക്ക് പോയത് എന്നാണ്. ഒരു MLA-യുടെ പോക്കറ്റിലേക്ക് പോയത് എങ്ങനെയാണ്? അതിനുവേണ്ടി കണക്ക് പറഞ്ഞ രാകേഷ് വെള്ളം കുടിക്കുന്ന കാഴ്ച നമുക്ക് മീഡിയക്ക് മുമ്പിൽ കാണാൻ കഴിഞ്ഞു. എവിടെയാണ് പാർട്ടി? എവിടെയാണ് പാർട്ടി? നിങ്ങളുടെ പാർട്ടിക്ക് എന്തു പറ്റി? നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്തു പറ്റി? ചുവപ്പ് കൊടിക്ക് എന്തു പറ്റി? അത് നരച്ച് കാവിയാകുന്ന കാഴ്ച നാം കാണുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയങ്കരനായ AK മുസ്തഫ സാഹിബ് വേദിയിലേക്ക് വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിക്ക് എന്തു പറ്റി? 10 വർഷം ഇത് അടക്കി പിടിച്ചിട്ട് കഴിയാതെ പൊട്ടിത്തെറിക്കുന്നത് ആരാണ്? കേരളത്തിന്റെ പ്രഗത്ഭനായ കവി സച്ചിദാനന്ദൻ. ആരാണ് സച്ചിദാനന്ദൻ? എല്ലാ കാലത്തും CPM-ന് വേണ്ടി മാത്രം നിലകൊണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം മാത്രം നിലകൊണ്ട ഒരു നേതാവ്, ഒരു കവി, കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി, വിപ്ലവ കവി സച്ചിദാനന്ദൻ. അദ്ദേഹം ഇപ്പോ ജോലി ചെയ്യുന്നത് എന്താണ്? സർക്കാരിന്റെ കീഴിലുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 3ാം പിണറായി കൂടി വന്നാൽ പിന്നെ ഒരു ഏകാധിപത്യ ഭരണം മാത്രമേ കേരളത്തിൽ ഉണ്ടാകൂ, അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. പിറ്റേന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ സെക്രട്ടറി കവി സച്ചിദാനന്ദന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മാഷേ ഇത് മാറ്റി പറയണം, നമ്മളെ പാർട്ടി പൊറുക്കൂല നിങ്ങളോട്. എന്താണ് കവി പറഞ്ഞത്? വളരെ ശക്തമായ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, CPM ഇപ്പോൾ ഏകാധിപതികളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് സച്ചിദാനന്ദന് പറയേണ്ടി വന്നു. സാറാ ജോസഫിന് പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ചെറുകാട് മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നു, ചെറുകാടെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആദ്യം CPM-നെതിരെ പ്രസ്താവന ഇറക്കുന്ന കവികളിൽ ആദ്യത്തെയാൾ ചെറുകാടാകുമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, CPM ആരുടെ പാർട്ടിയാണ്? പാവങ്ങളെ നിങ്ങൾ കൈവിട്ടു. ആശാവർക്കർമാരുടെ സമരം കാണുമ്പോ ഞങ്ങൾ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്റെ റെക്കോർഡാണ് ചോദിച്ചത്. ആർക്കു വേണ്ടിയാണ് MLA പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിച്ചത്.
ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 5 വർഷം ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിൽ മാറ്റി നിർത്തപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്ക്, നജീബ് കാന്തപുരം MLA എന്താണ് ചെയ്തതെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തരും എന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ പറയട്ടെ, ആശാ വർക്കർമാർ, നമ്മൾ അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അങ്കണവാടി ടീച്ചർമാർ, നമ്മൾ അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഇവിടുത്തെ ഹരിതകർമ്മസേന വളണ്ടിയർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, സമൂഹത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സഹോദരിമാർ, അവർക്ക് വേണ്ടി നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ഹോസ്പിറ്റലുകളെയും കണക്ട് ചെയ്ത് അവർക്കെല്ലാവർക്കും ഇന്ന് ഒരു ആനുകൂല്യം ലഭിക്കുന്നു. ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഇൻഷുറൻസ്. ഇതൊരു MLA എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണോ? സർക്കാർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. പക്ഷേ സർക്കാർ ഒരു നയാ പൈസക്ക് പറ്റാത്തത് കൊണ്ട് MLA എന്ന നിലയിൽ ഞാൻ അത് ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് മാത്രം. ഞങ്ങൾ ചെയ്ത ഓവർ ടൈം വർക്കാണ്. MLA എന്ന നിലയിൽ നിങ്ങൾ നൽകിയ വികസന പദ്ധതികൾ, ഒരു MLA എന്ന നിലയിൽ 5 കോടി രൂപയാണ് പ്രതിപക്ഷത്തെ ഒരു MLAക്ക് ലഭിക്കുക. ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഈ കിളിവാതിലൊന്ന് തുറന്നു നോക്കൂ, നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മണിമന്ദിരം ഉയരുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഇതാ ഈ ഒരു വില്ലേജ് ഓഫീസ് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ വില്ലേജ് ഓഫീസ്, ഞാൻ പറയട്ടെ, മുനിസിപ്പാലിറ്റി ഇത്രയും കാലം 30 കൊല്ലം ആരായിരുന്നു ഭരിച്ചത്? ഈ മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെ ഇതാ ഒരു വില്ലേജ് ഓഫീസ്. അവിടേക്ക് ഒരു പ്രായമുള്ള ആൾക്ക് ഒരു കടലാസിന് വേണ്ടി കയറാൻ പറ്റുമോ? പറ്റില്ല, കയറാൻ പറ്റില്ല. ആ സ്റ്റെപ്പ് അങ്ങനത്തെ സ്റ്റെപ്പാണ്. ഒരു അംഗപരിമിതനായ ഒരാൾക്ക്, ഒരു ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആർക്കെങ്കിലും ആ വില്ലേജ് ഓഫീസിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ സർക്കാർ ഒരു നയാ പൈസയും അതിന് തന്നില്ല. MLA ഫണ്ട് അനുവദിക്കുന്ന 5 കോടിയിൽ നിന്ന് 1.25 കോടി രൂപ മുടക്കിയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസ് ഇതാ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. എന്തിനാണ് ഫണ്ട് ഉപയോഗിച്ചത്? സാധാരണക്കാർക്ക് വേണ്ടി. റവന്യൂ മന്ത്രി MLA-മാരുടെ, മലപ്പുറം ജില്ലയിലെ MLA-മാരുടെ റവന്യൂ അസംബ്ലി നടക്കുമ്പോ ഇതിന്റെ പ്ലാനും ഇതിന്റെ എലിവേഷനും കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് ഒരു വില്ലേജ് ഓഫീസാണോ അല്ലെങ്കിൽ കളക്ടറേറ്റ് ആണോ? നമ്മളാണ് ഡിസൈൻ ചെയ്തത്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ല ഡിസൈൻ ചെയ്തത്. നമ്മൾ ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തു. ഇതാ ഈ റോഡിന്റെ താഴേക്ക് ഒന്ന് നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ മതി. കളക്ടറുടെ ബംഗ്ലാവിന് തൊട്ടു അടുത്തായിട്ട് 2 നിലയിൽ പണി പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വില്ലേജ് ഓഫീസ്, നമ്മൾ ഈ കാര്യവട്ടത്ത് പുതിയ വില്ലേജ് ഓഫീസ് നമ്മൾ കൊണ്ടുവന്നു. എത്ര കെട്ടിടങ്ങൾ, സ്കൂളുകൾക്ക് എത്ര കെട്ടിടങ്ങൾ നമ്മൾ കൊണ്ടുവന്നു, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഫണ്ട് കൊണ്ടുവന്നു. ഇവിടെ ഇതാ മുനിസിപ്പാലിറ്റിയിൽ MLA ഒന്നും ചെയ്തില്ല എന്നാ പറയുന്നത്. എന്നാ കണക്കെടുത്തോളൂ, 5 വർഷം ഈ മുനിസിപ്പാലിറ്റിയുടെ റോഡുകൾക്ക് വെച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചത് ഞാൻ രേഖസഹിതം നിങ്ങൾക്ക് തരാം. നമ്മളൊരു മനോഹരമായ ബൈപ്പാസ് ഇതിന്റെ അന്തിമഘട്ടത്തിലാണ്. മാട് റോഡ് കയറി വെട്ടത്തൂരിൽ നിന്നും നമ്മുടെ മേലാറ്റൂരിൽ നിന്നും വാഹനങ്ങൾ വരുമ്പോ നമ്മളെപ്പോഴും മയൂരി ജംഗ്ഷനിലെ ഏറ്റവും വലിയ ട്രാഫിക് ജാമാണ് വലിയ പ്രശ്നം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്ര വലിയ ബുദ്ധിമുട്ടാണ് അവരൊക്കെ അനുഭവിക്കുന്നത്. ആ ട്രാഫിക് ജാം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിമനോഹരമായ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നു. 3.25 കോടി രൂപ, 5 നയാ പൈസ സംസ്ഥാന സർക്കാരിൻ്റെതല്ല, അത് MLA ഫണ്ടിൽ നിന്ന് 3.25 കോടി വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിമനോഹരമായ 4 ബൈപ്പാസുകൾ ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്നു. 190 ചെറിയ റോഡുകൾ നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ 60-ലേറെ ലൈറ്റുകൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ കൊണ്ടുവന്ന വികസനം എല്ലാം എണ്ണി ഞങ്ങൾ പറയും. ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ വാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളോട് ഏതു തരത്തിലുള്ള CPM-ന്റെ പിണറായി വിജയൻ മുതൽ ഏത് നേതാവിനെയും ഞാൻ ഇങ്ങോട്ട് വെല്ലുവിളിക്കാം. വരൂ നിങ്ങൾ, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാം. ഞങ്ങൾ ചെയ്ത ജോലി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, 25 കൊല്ലം കഴിഞ്ഞാൽ ഈ പെരിന്തൽമണ്ണ നഗരം എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുള്ള ആശയം വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാട് മാറണ്ടേ? നമ്മളുടെ നാട് ഭാവനാസമ്പന്നമായി മാറണ്ടേ? നമ്മുടെ കുട്ടികൾ മാറണ്ടേ?
ഇന്നലെ വി ഡി സതീശൻ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഉജ്ജ്വലമായ സ്വീകരണത്തിന് മറുപടി പറഞ്ഞപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തിനാണ് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ക്വാളിറ്റിയുള്ള ഒരു യൂണിവേഴ്സിറ്റി 10 കൊല്ലത്തിനിടയിൽ എടുത്തു കാണിക്കാൻ ഉണ്ടോ? നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? കുസാറ്റ് കൊണ്ടുവന്നത് ഞങ്ങളാണ്. CH മുഹമ്മദ് കോയ സാഹിബാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോ അദ്ദേഹം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചു അതെന്റെ നാട്ടിലും വേണം. അങ്ങനെ അമേരിക്കയിലേക്ക് പോയി തിരിച്ചു വന്ന CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ഞാൻ ആരെയും പരിഹസിക്കുന്നില്ല. അമേരിക്കയിലേക്ക് മറ്റു പലരും പോകുന്നുണ്ടല്ലോ, അവരെന്താണ് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാ മതി. കേരളമാണ് ആരോഗ്യത്തിൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ നമ്പർ 1 വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇപ്പോ അമേരിക്കയിൽ ചികിത്സ തേടുകയാണ്. ഞാനൊന്നും കുറ്റം പറയുന്നില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ രോഗം ഭേദമാകട്ടെ, അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ നിങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഈ വിടുവായത്തം പറയരുത്. അതിനിടയിൽ ഒരു പറഞ്ഞ കാച്ച് കേട്ടിട്ട് ഞങ്ങളൊക്കെ ആകെ അതിശയപ്പെട്ടു. എന്താണ് അമേരിക്കയിൽ നിന്ന് ഇപ്പൊ ആൾ ഇങ്ങോട്ട് വരികയെന്നാ പറഞ്ഞത്? എന്നാ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അങ്ങയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അങ്ങ് ഇവിടെ ചികിത്സിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അമേരിക്കക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയെ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ ചികിത്സ, നല്ല ചികിത്സ കൊടുത്ത് അദ്ദേഹത്തിന് ഭേദമാകട്ടെ. ഞങ്ങൾ മനുഷ്യത്തുള്ളവരാണ്. ഞങ്ങൾ പിണറായി വിജയന്റെ ആരോഗ്യം നശിക്കാനൊന്നും പ്രാർത്ഥിക്കുന്നവരല്ല, ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനോടും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള പകയില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, നിങ്ങൾ പറയുന്നത് എന്താണ്? എന്ത് തള്ളാണ് ഈ തള്ളു കേട്ടാൽ. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. തള്ളു കേട്ടാൽ നമ്മളെന്നെ തകർന്നു. നമ്മളൊക്കെ മനുഷ്യന്മാരല്ല വിചാരിക്കും. ഇത്ര ഉളുപ്പില്ലാതെ തള്ളാൻ സഖാക്കൾക്കല്ലാതെ സാധിക്കില്ല. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് ഏൽപ്പിച്ച പണി എന്താണ്? ക്യാപ്സ്യൂള് ഞങ്ങളൊക്കെ ഇടുന്ന എല്ലാ പോസ്റ്റിന്റെ അടി കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഈ പണി മാത്രമാണ്. നേരം വെളുക്കുമ്പോൾ തുടങ്ങി രാത്രി നട്ടപ്പാതിര വരെ. എനിക്കിപ്പോ നല്ല രസമാണ്. എന്റെ പബ്ലിസിറ്റി ഇപ്പൊ CPM ആണ് ഏറ്റെടുത്തത്. വീഡിയോ പറഞ്ഞമായി വളരെ സന്തോഷമുണ്ട്. എന്റെ എല്ലാ ചെറിയ പോസ്റ്റിനും വലിയ പോസ്റ്റിനും അടിയിൽ ഈ പാവപ്പെട്ട കൂലി തൊഴിലാളികൾ, ഇപ്പൊ ഏതായാലും കൂലി തൊഴിലാളികളുടെ ഒപ്പം നിങ്ങളല്ലെങ്കിലും സൈബർ തൊഴിലാളികൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ആ തൊഴിലാളികളെ വെച്ച് നിങ്ങൾ എടുക്കുന്ന പണി ഇതാണ്. എന്റെ കമന്റ് ബോക്സ് മുഴുവൻ നടക്കുക. എന്റെ പ്രിയപ്പെട്ട പൊട്ടന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു കമന്റ് ഇടുമ്പോ അത് സകല CPM-മാരുടെ അടുക്കളയ്ക്ക് ഇത് എത്തുന്നെങ്കിലും മനസ്സിലാക്ക്. എനിക്കെതിരെ നിങ്ങൾ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടാൽ ആ കമന്റ് പോകുന്നത് എവിടേക്കാന്നറിയോ? ആ ഫേസ്ബുക്ക് അല്ല, അതിലെ നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഇത് നേരെ എങ്ങോട്ടാ നസീഫ പോവാ? അവരെ മുഴുവൻ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ നമുക്ക് പ്രചാരണം ഉണ്ടാക്കി തരുന്ന ഈ പ്രിയപ്പെട്ട ഈ പെരിന്തൽമണ്ണയിലെ സഖാക്കൾ, പെരിന്തൽമണ്ണ മാത്രമല്ല കേട്ടോ, ഇത് AKG സെന്ററിൽ നിന്ന് വരുന്ന ഗുളികയാണ്. ക്യാപ്സ്യൂൾ അവിടുന്നാ വരുന്നത്. അത് കൊട്ടക്കണക്കിന് വരികയാണ്. അപ്പൊ ആ കൊട്ടക്കണക്കിന് സാധനം ഇറക്കി കൊടുക്കുന്ന മുഴുവൻ ചുമട്ട് തൊഴിലാളികൾക്കും ഞാൻ എൻ്റെ നമോവാദം അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ചെറിയ ഗുണമൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ ഇടുന്ന എല്ലാ പോസ്റ്റും CPM-കാർ അടുക്കളയിലേക്ക് എത്തിച്ച് എന്നെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരാണ്, ബുദ്ധിയുള്ളവരാണ് നിങ്ങളെ വീട്ടിലുള്ളത്. നിങ്ങൾക്കതില്ലെങ്കിലും അപ്പൊ അവര് വായിക്കും, അവരിതൊക്കെ കാണും. ഞങ്ങൾ ചെയ്യുന്ന പണി അവർ മനസ്സിലാവും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാട്ടിലെ പെരിന്തൽമണ്ണയിലെ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയവും ഇന്നുവരെ MLA എന്ന നിലയിൽ നജീബ് കാന്തപുരം നോക്കിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. നിങ്ങളുടെ ഒരു പാർട്ടി ഓഫീസിലെയും കത്ത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഉസ്മാൻ ഇവിടെ ഇരിക്കുന്നു, പ്രിയപ്പെട്ട സലാം വക്കീൽ ഇവിടെ ഇരിക്കുന്നു, പ്രിയപ്പെട്ട ഷൗക്കത്ത് സാഹിബ് ഇവിടെ ഇരിക്കുന്നു, പ്രിയപ്പെട്ട അസീസ് കൊളക്കാടൻ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളെ കൽപ്പിച്ചത് എന്താണെന്നറിയോ? ഞങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് കത്ത് വാങ്ങി MLA കാണണമെന്നല്ല, നിങ്ങളുടെ മുമ്പിൽ വരുന്ന മനുഷ്യനോട് മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ പണിയെടുത്തോളണം എന്ന് പഠിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങളുടെ പണി അതാണ്. ഞങ്ങളെ മുമ്പിൽ 5 വർഷം വന്ന മനുഷ്യരുടെ ഒരു മുഖവും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങളെ റീല് കാണുമ്പോ വലിയ സങ്കടം. റീലല്ല നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, റീലിനകത്തെ സബ്ജക്റ്റാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. ഈ മുനിസിപ്പാലിറ്റി 30 കൊല്ലം ഭരിച്ചു നിങ്ങൾ. നിങ്ങളുടെ മൂക്കിന് താഴെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് സങ്കടമുണ്ട്.
ക്യാൻസർ രോഗിയാണ്, ചികിത്സിക്കാൻ യാതൊരു ശേഷിയുമില്ലാത്ത ഒരു സഹോദരൻ. ആ കുടുംബം മുഴുവനും കമ്മ്യൂണിസ്റ്റ് കുടുംബാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ദുബായ് KMCC-യുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നേതാക്കന്മാർ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം, ആ വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ആ ശ്രീനിവാസന്റെ മതം നോക്കിയല്ല, പാർട്ടി നോക്കിയല്ല, ആശയം നോക്കിയല്ല, ഞങ്ങളിതാ ഇപ്പൊ കൈമാറി, ആ വീട് കൈമാറി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഖാക്കളെ, നിങ്ങൾ നോക്കണ്ടേ ശ്രീനിവാസനെ? നിങ്ങൾ നോക്കണ്ടേ ആ കുടുംബത്തെ? നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞോ? 30 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ആർക്കാ വീട് കൊടുത്തത്? അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിന്റെ കഥ ഒന്നും ഞാൻ പറയുന്നില്ല. ഫാറൂഖ് സാഹിബ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ. നമ്മൾ ആ ഫ്ലാറ്റിൽ എത്ര വട്ടം പോയി ഫാറൂഖ് സാഹിബ് അല്ലേ? എത്ര വട്ടം നമ്മൾ പോയി? എന്താണ് ആ ഫ്ലാറ്റിലെ സ്ഥിതി? അവിടുത്തെ കക്കൂസ് മാലിന്യം എങ്ങോട്ടാ വിടുന്നത്? ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ നാട് മാറണമെങ്കിൽ CPM-കാരെ നിങ്ങൾ UDF-ന് വോട്ട് ചെയ്യണം. ഞാൻ CPM-കാരോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പാർട്ടി ഒലിച്ചു പോകാതിരിക്കാൻ. നിങ്ങളുടെ പാർട്ടി ത്രിപുരയിൽ ഒലിച്ചു പോയ പോലെ, ബംഗാളിൽ ഒലിച്ചു പോയ പോലെ നിങ്ങളുടെ പാർട്ടി ഒലിച്ചു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ നേതാക്കളെ അണികൾ തിരുത്തണമെന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകമെങ്കിലും നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് ഇതൊരു വലിയ പടപ്പുറപ്പാടാണ്. യൂത്ത് ലീഗ് 5 ദിവസം നടത്തിയത് ചരിത്ര പ്രധാനമായ യാത്രയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വാഫിയെ, ഫത്താഹിനെ, അതുപോലെ ഷെരീഫിനെ, ഈ സഹപ്രവർത്തകന്മാരെ മുഴുവനും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നടത്തിയത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ കെട്ടകാലത്ത് വർഗീയത ഉപയോഗിച്ച് എല്ലാം മറികടക്കാൻ കഴിയുമെന്ന പിണറായി വിജയന്റെ ദുസ്വപ്നമാണിത്. പാർട്ടി ആലോചിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ വർഗീയത ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വലിയ ജാഥയുടെ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് UDF, ജയ് മുസ്ലിം ലീഗ്, ജയ് യൂത്ത് ലീഗ്.